മുണ്ടക്കയിലും ചൂരൽമലയിലും ഒന്നായി ഒരുമയോടെ ജീവിച്ചിരുപ്പോൾ പലരായി പിരിഞ്ഞിരിക്കുകയാണ്. ഉറ്റവരും ഉടയവരും എവിടെയാണ് എന്ന ചോദ്യങ്ങൾ നിലയ്ക്കുമെന്നുമില്ല. ഏത് മരണക്കയത്തെയും അതിജീവിച്ച അനുഭവ പരിചയമുണ്ട് മലയാളിക്ക്. ഈ സമയവും കടന്നുപോകും തീർച്ച. ഞങ്ങൾ രാത്രിയാണ് അതിൽ കാണാൻ പറ്റുന്നൊക്കെ ഇങ്ങനെ പോകുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ പാടി ഫുള്ള് പോയി. ഞങ്ങൾ താഴത്തേക്കുള്ള പാടി 2-3 പാടിയാടുണ്ട്. പിന്നെ ഒരു സൈഡിലുള്ള പാടിയും പുരകളും ഒക്കെ പോയിക്കണേ. ഞെട്ടലിനിയും മാറിയിട്ടില്ല. സ്നേഹവായ്പോടെ ജീവിച്ചിരുന്നയിടങ്ങളെല്ലാം ഇന്ന് സങ്കടക്കടലാണ്. വേലിക്കെട്ടുകളില്ലാതെ സ്വന്തമായിരുന്നിടം അവർക്കിന്ന് ഉറ്റവരുടെ ജീവൻ പുതഞ്ഞ ശവപ്പറമ്പാണ്. ഞങ്ങളെ വീട് വന്ന് പൊളിഞ്ഞപ്പോണ്ട് അവരെ വീടൊക്കെ തലമറിഞ്ഞു വരുന്നത്. മൃദുല രക്ഷിക്കേ, സുജാതേച്ചി രക്ഷിക്കേന്ന് ഞാൻ കേട്ടിട്ടുള്ളൂ. ബാക്കി രണ്ടാമത്തെ ഉരുളുപൊട്ടിപ്പോൾ അവരാരും ഞങ്ങൾക്ക് രക്ഷിക്കാനേ പറ്റിയില്ല. ഇനിയൊരു പൊട്ടിന് സാധ്യത ഉണ്ട് വന്നിട്ട് ഞങ്ങൾ ഓടുക ചെയ്തത്. അവരെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ. ഒന്നായി ജീവിച്ചവരിൽ ഇനിയെത്ര പേരുണ്ടെന്ന ചോദ്യം ജീവിച്ചിരിക്കുന്നവരെ അലട്ടുന്നു. കളിച്ചും ചിരിച്ചും പരിഭവിച്ചും ജീവിച്ചിരുന്ന സ്ഥലം ഒരൊറ്റ രാത്രിയിൽ ഒലിച്ചുപോയി. ഉരുളെടുത്തത് പ്രിയപ്പെട്ടവരുടെ ജീവൻ മാത്രമല്ല, ജീവിച്ചിരിക്കുന്നവരുടെ സ്വപ്നവും ജീവിതവും കൂടിയാണ്. നേരം വെളുത്തിട്ട് പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ആ കാഴ്ച ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ നാടേ അല്ല അതങ്ങനെയായിട്ട് ഞങ്ങളെ കൂടുള്ളവരെല്ലാം പോയി. എനിക്കറിയില്ല. ഞങ്ങളെ ഫാമിലിയിൽപ്പെട്ടവരും മോളെ 2 മക്കള് പോയി. അവള് മാത്രം രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരും ഉണ്ട് ഇവിടെ വിംസില്. അയക്കാൻ വയ്യ ഞങ്ങൾക്ക്. ഞങ്ങളെ കൂടുള്ളവരെല്ലാം പോയി, നാടേ പോയി. കാലുറപ്പിച്ചു നിൽക്കാൻ ഇനിയൊരിടം കണ്ടെത്തണം. ശേഷിക്കുന്ന ജീവിതം കരുപിടിപ്പിക്കാൻ കയ്യിൽ സമ്പാദ്യങ്ങളില്ല. പുതുതായി വേണ്ടതൊരു മേൽവിലാസമാണ്. അതിനൊപ്പം അതിജീവനത്തിന്റെ പാതയും കണ്ടെത്തേണ്ടതുണ്ട്. സഹായഹസ്തങ്ങൾ നീട്ടുന്നവരുടെ മുന്നിൽ നിസ്സഹായതയുടെ വലിയൊരു കടമ്പയുണ്ട്. പകരം വെക്കാനാകാതെ പോകുന്ന വിടവകളുടെ ശൂന്യതയുണ്ട്. സ്വപ്നങ്ങൾ ഒലിച്ചുപോയ ഒരു ജനതയെ കൈപ്പിടിച്ചുയർത്തേണ്ട ഉത്തരവാദിത്തം എല്ലാവർക്കുമുണ്ട്. സങ്കടക്കടലിന്റെ ആഴം ഊഹിക്കാവുന്നതിലും അപ്പുറമാണ്. പക്ഷേ ആഴങ്ങളിലേക്ക് പോകാതെ കാക്കേണ്ടതുണ്ട്. ദുരന്തമറിഞ്ഞയുടൻ ഓടിയെത്തിയവരുടെ കൂട്ടത്തിൽ മുണ്ടക്കൈ ഗ്രാമത്തെപ്പറ്റി ഇന്നുവരെ കേട്ടിട്ടില്ലാത്തവരുണ്ട്. പക്ഷേ അപരിചിതത്വം തെല്ലുമുണ്ടായിരുന്നില്ല. ദുരന്തത്തിൽപ്പെട്ടവരാരും അന്യരായിരുന്നില്ല. ആരുടെയും നിർദ്ദേശങ്ങൾക്ക് കാത്തിരുന്നില്ല. ഭക്ഷണപ്പൊതികളും അവശ്യസാധനങ്ങളും നിറച്ച വാഹനങ്ങൾ എവിടെ നിന്നെല്ലാമോ വന്നുകൊണ്ടിരുന്നു. ചേർത്ത് നിർത്തലിന്റെ കേരള മോഡൽ ലോകത്തിന് പരിചിതമാണ്. മഹാപ്രളയങ്ങളിലും ഓഖിയിലും കവളപ്പാറയിലും പെട്ടിമുടിയിലുമെല്ലാം കണ്ടതാണത്. അതിന്റെ പല മടങ്ങായി ആ മാതൃക മുണ്ടക്കൈയിലേക്ക് ഒഴുകുകയാണ്. നഷ്ടപ്പെട്ടതിന് പകരം വെക്കാൻ ഒന്നുകൊണ്ടും കഴിയില്ലെന്നറിയാം. പക്ഷേ തനിച്ചല്ല നിങ്ങൾ. ന്യൂസ് ഡെസ്ക് 24.